ഒരു അടിപൊളി ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ നമ്മൾ എടുത്തേക്കുന്നത് 250 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ, പെപ്പർ പൗഡർ, വെളുത്തുള്ളി, സവോള, വിനേഗർ, കെച്ചപ്പ്, ബാർബിക്യൂ സോസ്, ഉപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ചെറിയ പിടി വെളുത്തുള്ളി, സവോള, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ്, 1/2 ടേബിൾ സ്പൂൺ വിനേഗർ, ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് നല്ലോണം ഒരു പേസ്റ്റി ഫോമിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ഒന്ന് പേസ്റ്റി ഫോമിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക കേട്ടോ, കാരണം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റോ ചിക്കൻ്റെ ഉപ്പ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് നോക്കുക, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ, ഒത്തിരി ഉണ്ടെങ്കിൽ പോർഷൻ ബൈ പോർഷൻ ചെയ്യുക. ഇതിപ്പോൾ 250 ഗ്രാംസ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ യൂസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാറ്റി മിക്സ് ഒരു ബോളായിട്ട് എടുത്ത് കയ്യിൽ വെച്ച് നല്ലോണം പരത്ത്. കയ്യിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ 3 പാറ്റി അറ്റ് എ ടൈമാണ് വെച്ച് കൊടുക്കുന്നത്. എണ്ണയിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇടാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറം വശം നല്ലോണം ഡാർക്ക് കളറാവും, അകത്ത് അത് നല്ലോണം കുക്കാവത്തുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ചെയ്യുമ്പോഴത്തേനും അതിലുള്ള വെള്ളം എല്ലാം ഇറങ്ങും. അങ്ങനെ ഇത് നല്ലോണം കുക്കായി കിട്ടും. അപ്പോൾ 1 സൈഡ് ഒന്ന് 5 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഈ കുക്കിംഗ് ടൈമാണ് നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നത്, കാരണം ഇത് നല്ലോണം കുക്കാവണമല്ലോ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. തിരിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ലോണം നമ്മുടെ സ്പാച്ചുല കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇന്നർ പോർഷൻ എല്ലാം നല്ലോണം കുക്കാവും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പാറ്റി എല്ലാം സ്ലൈറ്റ്ലി കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ 5 മിനിറ്റ്സിലും ഇത് തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുക്കാവുന്ന ടൈമിൽ ഞാൻ ഇതിൽ ഫില്ലിങ്ങിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ്, കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈം നമുക്ക് എന്തൊക്കെ ഫില്ലിങ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റിയിൽ വെള്ളം എല്ലാം ചെറുതായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഓയിൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ടൈമിൽ നമ്മൾ സ്പാച്ചുല വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം പ്രസ് ആവുന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, അകത്ത് നല്ലോണം കുക്കായിട്ടുണ്ടെന്നാണ്. എന്നാലും നമ്മൾ അഗെയിൻ ഒരു 5 to 7 മിനിറ്റ്സ് വീണ്ടും കുക്ക് ചെയ്യണം. എന്നിട്ട് 2 സൈഡും കുക്കായ ശേഷം നമ്മുടെ സൈഡ് വൈസ് ഒന്ന് വേറൊരു സ്പൂണും എടുത്ത് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് ചൂടാക്കുക കേട്ടോ. ഈ സെറ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു സെറ്റ് പാറ്റിയും കൂടി ഫ്രൈ ചെയ്യാനിടുവാണ്. സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. ഇട്ടിട്ട് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്ത് തിരിച്ച് മറിച്ചിട്ട് കുക്കാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബർഗർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് കെച്ചപ്പ് ബർഗറിൽ തേച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ പാറ്റി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, കുക്കുംബർ, സവാളയാണ് എടുക്കുന്നത്. അതും നിങ്ങളുടെ പ്രിഫറൻസ് പോലെ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ബാർബിക്യൂ സോസ് അഗെയിൻ ഓപ്ഷനാണ്. സോ ഡു ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ വാല്യൂ.